കൊച്ചി മെട്രോ തൂണിൽ ഒരാഴ്ചയിലധികം കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തി. പുലർച്ചെ 1:30 ഫയർഫോഴ്സ് സംഘവും അനിമൽ റെസ്ക്യൂ ടീമും ചേർന്നാണ് പൂച്ചയെ താഴേക്കിറക്കിയത്. തോപ്പുംപടിയിലെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് പൂച്ച. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഈ ഒരു സമയത്ത് കൊച്ചി മെട്രോയെ പോലും ഒന്ന് നിശ്ചലമാക്കി ആ രക്ഷാദൗത്യം ശ്രമിച്ചിരുന്നു. എന്താണെങ്കിലും രാത്രിയോടുകൂടി പുലർച്ചയോടുകൂടി അത് പൂർത്തിയായി എന്നുള്ളത് സന്തോഷം. എന്താണ് ആ പൂച്ചയുടെ അവസ്ഥ? എന്താണ് അതിന്? എങ്ങനെയുണ്ട് അതിൻ്റെ ആരോഗ്യനില? എന്റെ പൂച്ചയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയുന്നത്. കാരണം തോമ്പടി ആശുപത്രിയിൽ അപ്പോൾ തന്നെ എത്തിച്ചിരുന്നു. ഈ പില്ലറിൽ അകപ്പെട്ട ഒരു 5-6 മണിക്കൂർ കൊണ്ട് അതിന് പ്രത്യേകിച്ചും ഈ ആളുകൾ പൂച്ചയെ തിരിച്ചെടുക്കാൻ കയറുന്ന ഒരു സാഹചര്യത്തിൽ, റെസ്ക്യൂ ടീം കയറുന്ന സാഹചര്യത്തിലും ആളുകൾ ചുറ്റിക്കൂടിയ സമയത്തും പൂച്ച ഭയങ്കരമായി പാനിക്കായി. ആ ഒരു സാഹചര്യത്തിൽ ഒരു 5-6 മണിക്കൂർ അതിനെ ഫീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരാഴ്ചയായിട്ട് ആളുകൾ അതിന് ഭക്ഷണം കൊടുക്കുകയും അത് മെട്രോ, അതായത് കൊച്ചി മെട്രോയിൽ ആ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഇതിൽ തന്നെ കുറച്ചു കാലമായി 6 ദിവസങ്ങളോളം പൂച്ച അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരാഴ്ചയിലധികമായി ആളുകൾ അതിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അതവിടെ പെട്ടുപോയതിനു ശേഷമാണ് അതിനെ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. എന്തായാലും ഈ 5-6 മണിക്കൂറത്തെ ഒരു സാഹചര്യം അതിന് ഫീഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷെ ഇന്നലെ വീണ്ടും ഒരു 4 മണിയോടുകൂടി റെസ്ക്യൂ ടീം കയറിയ സമയത്തേനും ഭക്ഷണം വെച്ച ശേഷമാണ് ഇറങ്ങിയത്. താഴെ ഇറങ്ങിയത് അങ്ങനെയാണ്. എന്താ സൂചിപ്പിച്ചതുപോലെ നഗരത്തെ തന്നെ അധികം സമനാവസ്ഥയിലാക്കിക്കൊണ്ട് തന്നെയാണ് ശരിക്കും. കാരണം റോഡ് മാർഗം ബ്ലോക്ക് ചെയ്യേണ്ടി വന്നതുപോലെ മെട്രോ കുറച്ചു നേരം ഓഫ് ചെയ്ത് സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അത് പരാജയപ്പെട്ടതോടുകൂടിയാണ് ആദ്യം എത്തിയിരുന്നപ്പോ, റെസ്ക്യൂ ടീം എത്തിയിരുന്നപ്പോൾ അവരുടെ ലിഫ്റ്റിന്റെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആയിരുന്നു, അത് കംപ്ലൈന്റ് ആയി കയറാൻ കഴിഞ്ഞില്ല. പിന്നീട് അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരത്തേക്ക് വീണ്ടും അവര് ലിഫ്റ്റുമായി എത്തി. മറ്റേ ട്രെയിൻ എത്തിയിട്ട് അതിനുശേഷം ഈ റെസ്ക്യൂ ടീം കയറി രക്ഷിക്കാൻ നോക്കി. അപ്പോഴും പരാജയപ്പെട്ടപ്പോഴാണ് പ്രത്യേകിച്ചും ഈ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നു, സർവീസുകൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നു. ഒരു വലിയ സ്തംഭനാവസ്ഥ തന്നെ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പിന്നെ രാത്രിയിലേക്ക് മാറ്റിയത്. മഴ രാത്രിയിൽ ഇതായത് കൂടി ഈ മെട്രോ സർവീസുകളിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം, റെയിലിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് പുലർച്ചയോട് കൂടിയാണ് എന്തായാലും പൂച്ചയെ എടുത്തത്. തോപ്പുംപടി ആശുപത്രിയിലേക്ക് പൂച്ചയെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുസമയം മൃഗസ്നേഹികളും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഒക്കെ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അത് 2 തവണ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും അത് നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴൊക്കെ ഈ ആനിമൽ ലവേഴ്സിന്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പൂച്ചയെ തോപ്പുംപടി മൃഗാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൂച്ചയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പില്ലറിന് മുകളിൽ കയറി പൂച്ചയെ താഴെ ഇറക്കുന്നത് വലിയ റിസ്ക് ആയതുകൊണ്ടും അത് അത്ര സമയം ഈ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നതുകൊണ്ടുമാണ് അത് താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കാൻ രക്ഷാസംഘം നിർബന്ധിതമായത്. എന്തായാലും പൂച്ചയെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂച്ചയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുമുണ്ട്. എൽഡോ റൈറ്റ്. എന്നാലും ആ ഓപ്പറേഷൻ അത് വിജയകരമാണ്, സബാഷ് എന്ന് പറയാം. എന്നാലും പൂച്ചയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആജ്ഞ റിപ്പോർട്ട് ചെയ്യുന്നത്. മെട്രോ തൂണിൽ കുടുങ്ങിയ പൂച്ചയാണ്. പൂച്ചയെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ തോപ്പുംപടിയിലെ ആശുപത്രിയിലാണ് പൂച്ച നിരീക്ഷിക്കുന്നുണ്ട്. വലിയൊരു ദൗത്യമായിരുന്നു. കേരളം ഇങ്ങനെ ഉറ്റുനോക്കിയിരുന്നു ഇന്നലെ രാത്രി. ഒരു പൂച്ചയുടെ ജീവനാണെങ്കിൽ പോലും ഈ ഭൂമിയുടെ അവകാശികൾ എല്ലാവരുമാണല്ലോ. അങ്ങനെ ആ പൂച്ച ഇപ്പോൾ ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ആജ്ഞയാണ് ചേർന്നത്. ആജ്ഞ തുടരുക. ഒരു വാർത്ത കൂടി ഉണ്ട്.